നമസ്കാരം. വിഷ്ണുമായി സ്വാമി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വളരെ നിസ്സാരമായി ചെയ്യുന്ന ചില കാര്യങ്ങൾ ഭവനത്തിൽ അനുകൂല ഊർജം ഇല്ലാതാക്കും. അതിൽ പ്രധാനപ്പെട്ടതാണ് ഭവനത്തിൽ ചെരുപ്പുകളുടെ സ്ഥാനം. പഴമക്കാർ പുറത്തുപോയി വന്നാൽ കാലുകൾ ശുചിയാക്കി മാത്രമേ ഭവനത്തിൽ പ്രവേശിക്കാറുള്ളൂ. അക്കൂട്ടത്തിൽ അണിഞ്ഞിരിക്കുന്ന പാദരക്ഷകൾ കഴുകി വൃത്തിയാക്കി യഥാസ്ഥാനത്ത് വെക്കുന്ന പതിവും പണ്ടുകാലത്ത് ഉണ്ടായിരുന്നു. ഇന്ന് മിക്ക വീടുകളിലും പ്രവേശ കവാടത്തിൽ തന്നെ പാദരക്ഷകൾ കുന്നുകൂടി കിടക്കുന്നതായി കാണാറുണ്ട്. മിക്കവാറും വീടുകളിൽ ഒരു വ്യക്തിക്ക് ഒന്നിലധികം പാദരക്ഷകൾ കാണും. മിക്കവാറും പൂമുഖത്ത് തന്നെയായിരിക്കും അവരത് സൂക്ഷിക്കുന്നത്. എന്നാൽ ഇത് നന്നല്ല. പൂമുഖത്ത് വീടിന്റെ ശ്വാസകേന്ദ്രമാണ്. ഇത് അടച്ചുകൊണ്ട് ചെരുപ്പുകൾ കൂട്ടിയിടുന്നത് നല്ലതല്ല. മുഖ്യമായും പ്രധാന വാതിലിലോ മുന്നിലോ അരികിലായോ പാദരക്ഷകൾ ഇടാൻ പാടില്ല. പൂമുഖവാതിലിൽ നിന്ന് അല്പം മാറിയോ ഒരു തട്ടിലോ മാറ്റി വേണം ചെരുപ്പുകൾ സൂക്ഷിക്കാൻ. ഇത് വീടിലേക്ക് കയറുന്ന ദിശയിൽ വേണം ഒതുക്കി വയ്ക്കാൻ. വാസ്തുശാസ്ത്ര പ്രകാരം ചെരുപ്പുകൾ സൂക്ഷിക്കുന്നതിന് കൃത്യമായ സ്ഥാനങ്ങളുണ്ട്. ഇവ തെറ്റിയാൽ വീട്ടിലെ സാമ്പത്തിക പ്രതിസന്ധിയും നെഗറ്റീവ് ഊർജവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചെരുപ്പുകൾ സൂക്ഷിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം എന്ന് പറയുന്നത് തെക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് ദിശയാണ്. ചെരുപ്പുകൾ സൂക്ഷിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഷൂറാക്കുകൾ ഈ ഭാഗത്ത് വെക്കുന്നതും നല്ലതാണ്. പ്രധാന വാതിലിന് അഭിമുഖമല്ലാതെ വശങ്ങളായി ഷൂറാക്ക് വെക്കുന്നതും ഉചിതമാണ്. വടക്ക് കിഴക്ക് ദിശ. ഈ ദിശയിൽ ഒരിക്കലും ചെരുപ്പുകൾ സൂക്ഷിക്കരുത്. ഇത് കുടുംബത്തിലെ സാമ്പത്തിക സ്ഥിതി തകരുകയും ഐശ്വര്യം കുറയുന്നതിനും കാരണമാകുന്നു. അതുപോലെ തന്നെ കിടപ്പുമുറിയിൽ ചെരുപ്പുകൾ സൂക്ഷിക്കുന്നത് ദാമ്പത്യ വിജയത്തിലും ആരോഗ്യത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. കിടപ്പുമുറിയിൽ ചെരുപ്പുകൾ സൂക്ഷിക്കുന്നത് നല്ലതല്ല. അതുപോലെ തന്നെ പ്രധാന വാതിലിന് മുന്നിൽ ചെരുപ്പുകൾ കൂട്ടിയിടുന്നത് അലക്ഷ്യമായി ഇടുന്നതും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ വീട്ടുകളിൽ ചെരുപ്പുകൾ യഥാസ്ഥാനത്ത് വെച്ച് എല്ലാവർക്കും ഐശ്വര്യവും സമ്പത്തും ഉണ്ടാവട്ടെ എന്നും എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.